Good evening, all. Good evening. Good evening. Good evening. I'm so happy to welcome you all to this great session. എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഒരു ഹാർട്ടി വെൽക്കം ചെയ്യാണ് ഇന്നത്തെ ഒരു സെഷനിലേക്ക്. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Yes. താങ്ക് യു. അപ്പൊ എനിക്കിതില് ഇബ്രാഹിം സാറിനെ കാണാം, ജലീൽ സാറിനെ കാണാം, റോബിൻ സാറിനെ കാണാം, കുറച്ച് ആളുകൾ എനിക്ക് കാണാം. ഗുഡ് ഈവനിങ് ഇബ്രാഹിം കാ. അപ്പോ നമ്മുടെ ആന്തരിക ലോകത്തെ മനസ്സിലാക്കാൻ അതിലേക്കുള്ളൊരു യാത്രയാണ് അല്ലേ? അപ്പോ നോ യുവർ ഇന്നർ വേൾഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കണ്ടിട്ട്, അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു വേർഡിനെ കുറിച്ച് അറിയുന്ന സമയത്ത്, അതിലേക്കൊരു യാത്ര പോകുന്ന സമയത്ത് എന്താ പറയാ, നമ്മളിങ്ങനെ നേരിട്ട് സംവദിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടി പറ്റുന്ന ആള്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ജലീൽ സാറിനെ അതേപോലെ തന്നെ ഇബ്രാഹിം ഖാനൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കാണുന്ന സമയത്ത്, എന്റെ പാടിന ലൈല ഒക്കെ കാണുന്ന സമയത്ത് എന്താണ്, ഐ എം സോ ഹാപ്പി. കാരണം നമ്മൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ, ഫേസ് ടു ഫേസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ എനിക്കും അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്കും തരുന്ന ഒരു എനർജി ഉണ്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പറ്റുന്നവര്, ഇഫ് യു ആർ ഓക്കെ, ഇഫ് യു ആർ കംഫർട്ടബിൾ, കംഫർട്ടബിൾ ആണെങ്കിൽ എന്റെ റിക്വസ്റ്റ് ആണ്, വീഡിയോയിൽ വരാൻ പറ്റുന്നവര് വീഡിയോയിൽ വരാം. അതേപോലെ തന്നെ ഞാൻ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല, ഞാൻ ആ മ്യൂട്ട് ഓൾ ഞാൻ കൊടുത്തിട്ടില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കാരണം ഓരോ തവണ വെബിനാർ നടത്തുമ്പോഴും പുതിയ പുതിയ ആളുകൾ നമ്മുടെ വെബിനാറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഫാമിലിയിലേക്ക് പുതിയ ആള് വരുന്ന സമയത്ത് അവരെ കാണാനുള്ള ഒരു ആഗ്രഹം, അല്ലെ, അവരാരാന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാക്സിമം പറ്റുന്ന വിട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്കറിയാലോ. ഇപ്പൊ രാത്രി നമ്മൾ ഫാമിലി ആയിട്ട് ഓക്യുപ്പൈഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും എൻ്റെ ഈ ഒരു വെബിനാറിലേക്ക് വന്ന നിങ്ങളോട് ആദ്യം തന്നെ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡിൽ തുടങ്ങുകയാണ്. ഈ ഒരു വെബിനാറിന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ഇതിലേക്ക് നിങ്ങൾ ജോയിൻ ആയതിന് എല്ലാവരോടും എൻ്റെ റെറ്റോറിയ, അതേപോലെ തന്നെ റെറ്റോറിയ ടീം, ഞാൻ ലൈല മാം, അതേപോലെ തന്നെ ആ ഒരു ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങൾ ജോയിൻ ആയതിന്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നന്ദി അവസാനമാണ് പറയല്ലേ, പക്ഷെ എനിക്കിവിടെ നിങ്ങളെങ്ങനെ പ്രത്യേകിച്ച് ക്യാമറയിലും കൂടെ കാണുന്ന സമയത്ത് നന്ദി പറയാതെ എനിക്ക് തുടങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ അപ്പോ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ആന്തരിക ലോകത്തെ, നമ്മളെ ഇന്നർ വേൾഡിനെ അറിയാന്നുള്ളൊരു പർപ്പസ്, അത് അറിയാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ, അതായത് ഒരു 1-2 വീക്സ് ബിഫോർ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചെറിയൊരു കോട്ട് ഇടയ്ക്കിടാറില്ല, അപ്പൊ ഇടയ്ക്ക് അതിൽ ഇട്ടൊരു കോട്ടായിരുന്നു, നമ്മളെ പുറം ലോകം നന്നാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, അല്ലെ. നമ്മളെ പുറത്തുള്ള ലോകം, നമ്മളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തെ നന്നാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ അകം ലോകം നന്നാക്കലാണ്. അത് ആദ്യം നന്നാക്കി കഴിഞ്ഞാൽ, അല്ലെ, അതിലേക്കുള്ളൊരു എളുപ്പ വഴിയാണ് നമ്മുടെ പുറലോകം നന്നാക്കാനുള്ളത്, നമ്മുടെ ആന്തരിക ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ അകം ലോകത്തെ നന്നാക്കുക എന്നുള്ളത്. ആ അകം ലോകത്തെ നന്നാക്കണമെങ്കിൽ അകത്ത് എന്താണ്, അല്ലെ, അവിടെ എന്തെങ്കിലും കുന്നുകൂടി കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കാനുണ്ടോ, എന്തെങ്കിലും എടുത്ത് കളയാനുണ്ടോ, ഇതൊക്കെ നമ്മൾ ആ ലോകത്തെ അറിഞ്ഞാലല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ അങ്ങനെ ആ ഒരു ലോകത്തെ അറിയാൻ വേണ്ടി ഈ ഒരു വെബിനാറിലേക്ക് വന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ആന്തരിക ലോകത്ത് നടക്കുന്ന, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ആന്തരിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിഫലനമാണ്, അല്ലെ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ പുറം ലോകത്ത് നമുക്ക് ദൃശ്യമാകുന്നത്. നിങ്ങളുടെയൊക്കെ ഇന്നർ വേൾഡിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ്, ഒരുപാട് നന്മകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ വളരെ എന്താ പറയുക, അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, പലർക്കും പല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അത്രയും ആ ആന്തരിക ലോകത്ത് അത്രയും നല്ല പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വെബിനാറിൽ ഇരിക്കുന്നത് പോലും.
അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഉള്ളിലുള്ള ലോകത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് എന്ന് വിചാരിക്കാം. പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആശയ്ക്ക് അല്ലെ, നല്ല കാര്യങ്ങള്, നന്മ നിറഞ്ഞ കാര്യങ്ങള്, അല്ലെ നല്ല ഒരു എന്താ പറയാ, നല്ല നിമിഷങ്ങൾ, നല്ല മൊമെന്റ്സ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാവാം. കാരണം അതുകൊണ്ടാണ് നിങ്ങളിപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലും. അപ്പൊ അതായത് അതാണല്ലോ നമ്മുടെ ആന്തരിക ലോകത്തുള്ള കാര്യങ്ങളുടെ പ്രതിഫലനമാണ് പുറത്ത് നമുക്ക് ദൃശ്യമാകുക. അത് ചിലപ്പോൾ നമ്മുടെ ചിന്തയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും അങ്ങനെ എന്താ പറയാ, അതിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മുടെ വിചാരങ്ങളിലൂടെ, ഈ പറഞ്ഞ ചിന്തകളിലൂടെ, ആഗ്രഹങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് ദൃശ്യങ്ങളായിട്ട് പുറത്ത് അനുഭവിക്കാൻ പറ്റുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെ, ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴോ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഞാൻ എപ്പോഴോ എന്റെ മൈൻഡിലൂടെ, അതായത് ചില സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെ നമുക്ക് തോന്നാറുണ്ട്, ചില ചില സാഹചര്യം, ചില സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്ത് ഇത് ഞാൻ എവിടെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു സംഗതി, അല്ലെ നമുക്കൊരു പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഇവിടെ ഞാൻ, അല്ല ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ല ഈ ഒരു കാര്യം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം മുമ്പ് എപ്പോഴോ ഞാൻ അപ്പൊ നമുക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയോ എങ്ങനെയോ നമ്മുടെ ഇന്റേണൽ വേൾഡില് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗം ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ ചില അല്ലെ പുറം ലോകത്ത് അത് അതേപോലെ വരുന്ന സമയത്ത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും തരത്തില് അല്ലെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ല സമാധാനം ലഭിക്കുന്നില്ല, അല്ല സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ ഉണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, നമ്മുടെ ഇന്റേണൽ വേൾഡില് അതിന് കാരണമായിട്ടുള്ള എന്തോ കിടപ്പുണ്ട് അല്ലെ. അതാണ് നമുക്ക് ഈ രൂപത്തിലൊക്കെ പുറത്ത് ദൃശ്യമാകുന്നത് എന്നാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ അതിലുള്ള ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ആ ഒരു ആന്തരിക ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക. അവിടെ എന്താണ് നടക്കുന്നത്, ഒരു അന്വേഷണം അല്ലെ. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് കിട്ടിയിട്ടുള്ള, മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് ചിന്തിക്കുക എന്നുള്ളത്, അല്ലെ. ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ചിന്തിക്കുക എന്നുള്ളത്. ആ ചിന്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അന്വേഷണം അല്ലെ, റിസർച്ച് നടത്തുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ റിസർച്ച് നടത്തേണ്ടത് ഈ ഇന്റേണൽ വേൾഡിൽ എന്താണ് നടക്കുന്നത്, ആ ഇന്റേണൽ വേൾഡിൽ നമുക്ക് സുഖമുണ്ടോ, നമ്മൾ സൗഖ്യം അനുഭവിക്കുന്നുണ്ടോ, സമാധാനം അനുഭവിക്കുന്നുണ്ടോ, അല്ലെ. അപ്പൊ ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വെബിനാറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നല്ലൊരു അല്ലെ, ആ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അപ്പൊ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്, ഓൺ ദ റൈറ്റ് ട്രാക്ക്, ശരിയായ പാതയിലാണ്, ശരിയായ ട്രാക്കിലാണ്. അപ്പൊ നമ്മൾ ആന്തരിക ലോകം എന്ന് പറയുമ്പോൾ എന്താണ് ആന്തരിക ലോകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അല്ലെ, നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്ന കാര്യം എന്താ? ആന്തരിക ലോകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി എന്താ, ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ആന്തരിക ലോകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചിന്തകള്. ചിന്തകള്. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ട്, ഉള്ളിലുള്ള ലോകം. അതൊരു ഹൃദയമാണ്, പക്ഷെ അത് നമ്മളെ ബോഡിയിലുള്ള ഹൃദയമല്ല, അല്ലാത്തൊരു ഹൃദയം. അല്ലാത്തൊരു ഹൃദയം, നമ്മുടെ ബോഡിയിൽ സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. മൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ്. റൂഹ്, ശ്വാസം എന്നൊക്കെ ചിന്തിക്കും മാം. റൂഹ് എന്നും ശ്വാസം എന്നൊക്കെ ചിന്തിക്കും. വരട്ടെ, ഇനിയും വരട്ടെ. ഓരോരുത്തർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. സെൽഫ്, സെൽഫ്, പിന്നെ ഒരു പവറായിട്ട് ഫീൽ ചെയ്യലുണ്ട്. ഉള്ളിലുള്ള ലോകം എന്ന് പറയുമ്പോൾ ഒരു പവർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ അറിയട്ടെ. എനിക്ക് അറിയാത്ത എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിലോ? തോട്ട്സ്. ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ, നമ്മുടെ ഇന്റേണൽ വേൾഡ് എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മുടെ ആന്തരിക ലോകത്തെ മനസ്സിലാക്കാനാണല്ലോ വന്നത്. അപ്പൊ ആന്തരിക ലോകം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യം എന്താ? എന്താ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്?
ഉള്ളിലെ പുറത്തെ ആത്മാവിനെ ലോകം പോലെ തന്നെ ഉള്ളിലൊരു ലോകം. ഉള്ളിലൊരു ലോകമുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ഇനി ചോദിച്ച് എന്താ പറയാ നിങ്ങളെ ചിന്തിപ്പിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല അല്ലെ. ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലേക്ക് ആക്കുന്നില്ല. ഞാൻ തന്നെ പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പല രൂപത്തിൽ നമുക്കത് പല രീതിയിൽ ഫീൽ ചെയ്യും. ചിലർക്ക് തോട്ട്സ് ആയിട്ട്, തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൃദയമല്ലാത്തൊരു ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മുനീറമാൻ പറഞ്ഞിട്ടുണ്ട് ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളുണ്ട്, ഹൃദയമല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ട്. സോ ഗ്രേറ്റ് അല്ലെ. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്, റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആന്തരിക ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കോ ടൈപ്പ് ചെയ്ത പോലെ മൈൻഡ് എന്ന് പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു. നമ്മുടെ മൈൻഡ് തന്നെയാണ്, മനസ്സാണ്. മനസ്സിലേക്ക് വരുന്നത് മനസ്സാണ്. അപ്പൊ ഞാൻ മനസ്സിലേക്ക് എന്ന് പറയുമ്പോ തന്നെ അല്ലെ ഇതേപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാണ്ട് ഈ മനസ്സ് എന്ന് പറയുന്ന അല്ലെ, മനസ്സെന്നാൽ എന്താണെന്ന് ഇതുവരെ കൃത്യമായിട്ടുള്ള നിർവചനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ നിർവചിക്കാൻ കഴിയാത്ത ഈ മനസ്സിൽ നിന്നും വേർപ്പെടുത്തി അല്ലെങ്കിൽ മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരു കാര്യത്തെ നമുക്ക് കാണാനും കഴിയില്ല. എന്തും കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? മനസ്സിലൂടെ, അല്ലെങ്കിൽ ആ ചിന്തയിലൂടെയാണ് അല്ലെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു മീനിങ് എന്താന്ന് ചോദിച്ചാല് മനനം ചെയ്യുന്നവെന്ന അല്ലെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചിന്തിക്കുന്നവൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കുള്ള ഏറ്റവും വലിയ ഒരു കഴിവാണ്, ഒരു ക്വാളിറ്റിയാണ് ചിന്തിക്കുക എന്നുള്ളത്. നമ്മുടെ പേര് തന്നെ, മനുഷ്യൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ആ മനനം ചെയ്യുന്നവൻ. അപ്പൊ നമ്മള് എന്താ പറയാ എക്സ്റ്റേണലി ഓർ ഇന്റേണലി അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പുറത്തോ അകത്തോ എല്ലാ ദിവസവും കാണുന്ന, ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദിവസം നിത്യേന നമ്മുടെ ഉള്ളിലായിട്ടോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടോ സെൽഫ് ടോക്കിലോ അല്ലെ മറ്റുള്ളവരോട് പറയുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ ഇന്റേണൽ വേൾഡുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയി നിൽക്കുന്ന മനസ്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നും നമ്മൾ യൂസ് ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ അല്ലെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ വെച്ചാലേ അയാളൊരു കഠിന മനസ്സുള്ള വ്യക്തിയാ അല്ലെ, അയാളുടെ ഒരു മൈൻഡ് എന്തൊരു മൈൻഡാ. ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും എനിക്ക് മനസ്സില്ല അല്ലെ, എനിക്ക് പറയാൻ മനസ്സില്ല, എനിക്ക് നിന്റെ കൂടെ വരാൻ മനസ്സില്ല, എനിക്കിത് ചെയ്യാൻ മനസ്സില്ല, പറയാറില്ലേ? പിന്നെ ചിലപ്പോ നമ്മൾ പറയും എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല അല്ലെ, എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല. അല്ല ചിലപ്പോ നമ്മൾ പറയാ ചില ആളുകളെ കുറിച്ച് പറയാം അല്ലെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറയുമ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളാണെന്നാ. അവിടെ മനസ്സിനെ നമ്മൾ യൂസ് ചെയ്തു. അതേപോലെ ചിലപ്പോ ചില ആളുകൾ അല്ലെ അയാൾക്ക് എന്തൊരു നല്ല മനസ്സാലേ, നല്ലൊരു തങ്കപ്പെട്ട മനസ്സ് എന്ന് പറയാറില്ലേ? ചിലപ്പോ പാവം മനസ്സ് എന്ന് പറയും. ചിലരെ കൊണ്ട് നമ്മൾ എന്തൊരു ദുഷ്ട മനസ്സാടോ നിനക്ക് അങ്ങനെ ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളെ കുറിച്ച് തന്നെ പറയും. എനിക്ക് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാം എന്താ പറയുക, എന്തോ മനസ്സിനൊരു ശക്തി കിട്ടുന്നില്ല അങ്ങനെ പറയാറില്ലേ? അല്ലെ ഒരു ദുർബല മനസ്സാ എന്റെ മനസ്സ്, പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന മനസ്സാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പറയൽ ഇങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളിലെ എന്റെ മനസ്സെന്ന് പറഞ്ഞാണ്ടല്ലോ എന്തും നേടിയെടുക്കാൻ കരുത്തുള്ള മനസ്സാണ് എന്റേത് ഇങ്ങനെ പറഞ്ഞൂടെ? അവിടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ വേൾഡിന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതിന്റെ പവർ എന്താണ്, അതിലുള്ള റിസർച്ചുകളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പഠനം നടത്തപ്പെടുന്ന ഒരു മേഖലയാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ഇന്റേണൽ വേൾഡിനെ കുറിച്ചുള്ള അന്വേഷണം ഒരുപാട് അല്ലെ. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ എടുത്തത്. അതായത് ഈ മനസ്സ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയാ മനസ്സ് രൂപപ്പെട്ടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ഞാൻ പറയാം, നമ്മൾ ഉണ്ടായ സമയം മുതൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അതിന് മുന്നേ തന്നെ നമ്മൾ ജന്മം എടുക്കുന്ന ചില ആളുകൾ പറയും ജന്മാന്തരങ്ങൾക്ക് മുന്നേ ഉള്ള എലിമെന്റ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർമ്മ വെച്ച നാള് മുതലാണ് നമ്മൾ മനസ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ചിന്തിക്കാനും തുടങ്ങിയത്. ആ കാലം മുതൽ നമുക്ക് നമ്മുടെ മൈൻഡിന് 2 തലങ്ങളുണ്ട്. അതായത് എല്ലാം നമ്മളിങ്ങനെ നിങ്ങളിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സുണ്ട്, എല്ലാം അറിയുന്ന, എല്ലാം നിരീക്ഷിക്കുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ഒരു മനസ്സുണ്ട്, കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയും. അതേപോലെ തന്നെ പല കാര്യങ്ങളും അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ പോലും അറിയാതെ പ്രവർത്തിക്കുന്ന ചിന്തകളൊക്കെ
നമ്മൾ ദിവാസ്വപ്നം എന്നൊക്കെ കാണാറില്ലേ, ദിവാസ്വപ്നം എന്നൊക്കെ പറയാറില്ലേ. അതായത് നമ്മൾ ഇങ്ങനെ കണ്ണ് തുറന്നുകൊണ്ടിരുന്ന് നമ്മളിങ്ങനെ ഏതോ ലോകത്തിലേക്ക് ഇങ്ങനെ പോകും. അവിടെയും ഒരു മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. രണ്ട് തലങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന, അല്ലെ എൻ്റെ ശരീരം തന്നെയാണ് ആ ഇന്റേണൽ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ലോകം. എൻ്റെ ശരീരത്തിൽ എനിക്ക് വേർപെടുത്തി കാണിക്കാനല്ല, ഇതാണ് എൻ്റെ മനസ്സ് എന്ന് കാണിക്കാൻ കഴിയാത്ത എൻ്റെ ശരീരത്തിന്റെ ഭാഗം തന്നെ, ശരീരം തന്നെയാന്ന് പറയാം നമുക്ക്. നമ്മൾ ശരീരത്തെ കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എന്താ പറയാ, ബ്രീത്തിങ്ങിനെ കുറിച്ച്, അല്ലെ ഡൈജസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഇന്റേണൽ ഓർഗാൻസിനെ കുറിച്ച് ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ചോദിക്കട്ടെ, മൈൻഡിന്റെ പവർ, മൈൻഡിന് ഇങ്ങനെ രണ്ട് പാർട്ടുണ്ട്, അല്ല മൈൻഡിൽ ഇതിന്റെ പവർ ഇങ്ങനെയാണ്, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ സ്കൂൾ ലൈഫിൽ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ഹയർ സ്റ്റഡീസ് സൈക്കോളജിക്കൽ ലെവലിലൊക്കെ പഠിക്കുന്ന ആളുകൾ, സൈക്കോളജി പ്രത്യേകം എടുത്ത് പഠിക്കുന്ന ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ മൈൻഡ് പവറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ശരിക്ക് ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇന്റേണൽ വേൾഡിനെ കുറിച്ചും അത് എങ്ങനെ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ സത്യം പറഞ്ഞ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു ഫോൾട്ടായിട്ട് നമുക്ക് പറയാം. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെ, ഇപ്പൊ 9th അപ്ഡേറ്റ് ചെയ്ത ടെക്സ്റ്റിലുള്ളൊരു ചാപ്റ്റർ ആണ് ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. 9th അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, മുമ്പേ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്ത ഒരു പുതിയ ചാപ്റ്റർ ഉണ്ട്, ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കടം, ആ ഒരു കടപ്പാടിനെ കുറിച്ച് കുട്ടികൾക്ക് ഇപ്പൊ പുതിയതായിട്ട് അല്ലെ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം ഇപ്പോഴാണ് അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു, അപ്പൊ അത്രയും നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതേപോലെ മൈൻഡിന്റെ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഈ മൈൻഡിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ തന്നെ മൈൻഡിന്റെ ഈ കോൺഷ്യസ് ലെവൽ, സബ് കോൺഷ്യസ് ലെവൽ, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രോയിഡിനെ കേട്ടില്ലേ നിങ്ങൾ? ആ ഫ്രോയിഡിന്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ എനിക്ക് പറയാം, നമ്മുടെ ആന്തരിക ലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന എന്തിനു വേണ്ടി? എന്തിനാ ഈ ആന്തരിക ലോകത്തെ കുറിച്ച് എന്തിനാ പഠിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? എന്തിനാ നിങ്ങൾ ഈ ആന്തരിക ലോകത്തെ കുറിച്ച് പഠിക്കാൻ വന്നത് എന്ന് പറയാമോ? നിങ്ങൾ എന്തിനാണ് ആന്തരിക ലോകത്തെ മനസ്സിലാക്കാമെന്ന ടോപ്പിക്ക് കേട്ടിട്ട് നിങ്ങൾ വന്നത്? എന്തിനാണ്? വാട്ട്സ് ദ പേർപ്പസ്? വാട്ട് ഇസ് ദ റീസൺ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ ആരെങ്കിലും? ആത്മീയ ശുദ്ധി വരുത്താൻ മാം. ആത്മീയ ശുദ്ധി വരുത്താൻ. ഗ്രേറ്റ്. പിന്നെ ഓ, സ്വന്തത്തിന് മാറ്റം ഉണ്ടാക്കാൻ. സ്വന്തത്തില് മാറ്റം ഉണ്ടാക്കാൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, നമ്മൾ ആരാണ്, ഗ്രേറ്റ് എന്താണ്. അല്ലെ? എല്ലാവരുടെയും ആൻസർ ഗ്രേറ്റ് ആണ്. മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ. മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ. ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ സ്വന്തത്തിന്റെ ഒരു പവർ കൂട്ടാന്, അപ്പൊ മനസ്സിലാക്കിയാൽ, മനസ്സിന്റെ ശക്തി അല്ലെങ്കിൽ ഇന്റേണൽ വേൾഡിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാണ് എന്നുള്ള തിരിച്ചുവരൽ അല്ലെ. ഹുവാമൈ എന്ന് പറയുന്നുണ്ട്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ഉള്ളിൽ എന്താണ്, ഞാൻ ഈ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, 2 കൈകളുണ്ട്, 2 കൈയിലും 10 വിരലുകളുണ്ട്, കാലുണ്ട് അല്ലെ, ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്താന്ന് മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ഈ ഒരു ഇന്റേണൽ ആന്തരിക ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് നേരത്തെ ആരോ പറഞ്ഞു മൈൻഡ് പവർ വർദ്ധിപ്പിക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സമാധാനത്തിന്, ഇപ്പൊ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് പോകുന്നത് ഈ ഞാൻ ആരാന്ന് അറിയുമ്പോഴും മൈൻഡ് പവർ മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതിലൂടെ നേടുന്ന ഒരു കാര്യം, നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഇന്നർ പീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനം. പുറമെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്റേണലി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഇരിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ആന്തരിക ലോകത്തെ, ഈ ആന്തരിക ലോകത്തിൽ എന്താണ് നടക്കുന്നത്, എന്താണ് ഉള്ളത്, അവിടെ എന്താ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്താണ്, എങ്ങനെ നമുക്ക് അതിനെ അല്ലെ, അത് നമ്മൾ പഠിച്ചിരിക്കണം. പലപ്പോഴും ഇപ്പൊ നടക്കുന്ന എന്താന്ന് ചോദിച്ചാല് ഞാനും നിങ്ങളും അടക്കം, ഇപ്പൊ ഇതിൽ വന്നവരും വരാത്തവരും, ഞാൻ നിങ്ങളും അടക്കം എല്ലാ ആളുകളും അല്ലെ, സൃഷ്ടിക്കപ്പെട്ട അല്ലെ, ഈ ലോകത്തുള്ള എല്ലാ ആളുകളും നമ്മൾ തന്നെ സൃഷ്ടിച്ച എന്താണ്
അള്ളാഹുമായി കണക്ട് ചെയ്യുമ്പോഴാണ് അത് സാധ്യമാകുക അല്ലേ? നമുക്ക് നോക്കാം ട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ അതായത് നമ്മളെല്ലാം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത, നിങ്ങൾ ചോദിക്കും നമ്മൾ സൃഷ്ടിച്ചെടുത്തേ, അതായത് പലപ്പോഴായിട്ട് പല അനുഭവങ്ങളിലൂടെ, അത് ബോധപൂർവമാകാം, അറിഞ്ഞാവാം, അറിയാതെ ആവാം, അങ്ങനെ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ആന്തരിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആന്തരിക ലോകത്താണ്. ഇത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ലോകത്തിനെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതായത് നമ്മൾ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആന്തരിക ലോകത്ത്, ആ ലോകത്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖം അല്ലെങ്കിൽ ദുഃഖം, സന്തോഷം, സമാധാനം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വാല്യൂസ്, നമ്മുടെ ജഡ്ജ്മെന്റ്സ്, നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ്, നമ്മുടെ വ്യൂസ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം നിങ്ങൾ ഈ ആന്തരിക ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇന്റേണൽ വേൾഡിന്റെ, അതായത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്റേണൽ വേൾഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിലൂടെ കടന്നു പോകുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഓരോ അറിവുകളും ഓരോ ജീവിത അനുഭവങ്ങളും കണക്ട് ആവുന്നില്ലേ? അതായത് നമ്മൾ അതിന് ശേഷം നമ്മുടെ ലൈഫിലേക്ക് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു ഇന്റേണൽ വേൾഡിനെ, ആ ഒരു ഇന്റേണൽ വേൾഡിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ പഴയ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ലോകം എന്ന് പറയുന്നില്ലേ, അതിലെന്തെങ്കിലും എന്താ പറയാ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അത് കണ്ടെത്തണമെങ്കിൽ അതെങ്ങനെ കണ്ടെത്താൻ പറ്റുകയെന്ന് ചോദിച്ചാല്, നമ്മൾ സ്വയം നിരീക്ഷിക്കുക. അതിനും ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ ഈ മൈൻഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിനെയും, ആ തോട്ട്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിനെയും മനസ്സിലാക്കുക. അത് നമുക്ക് പൂർണ്ണമായും ഈ ആന്തരിക സൗഖ്യം എന്താന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ഈ ഒരു മാറ്റം വരുത്തി നമ്മൾ സ്വയം അനുഭവിച്ച് അറിയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞുതരാം, എന്തെല്ലാം നടക്കുമ്പോഴും ആ ഒരു മെന്റൽ പീസ് നമ്മൾ അനുഭവിക്കുന്നത് ഈ ഒരു സൗഖ്യം, ആന്തരിക സൗഖ്യം, അല്ലെങ്കിൽ ആ ഒരു വേൾഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഇന്റേണൽ വേൾഡിൽ മാറ്റം വരുത്തുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ശരിയായ ആരോഗ്യം, മനഃശാന്തി, സമാധാനം അത് ആവശ്യമാണ്. ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, നിങ്ങൾ ചോദിക്കും പണമാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയും അല്ലെ? പണം കിട്ടിക്കഴിഞ്ഞാലല്ല, പണം ബേസിക് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പണത്തിലേക്ക് പോലും നമ്മൾ എത്തണമെങ്കിൽ, പണം ഉണ്ടെങ്കിൽ ഭൂരിഭാഗം, ഒരാൾ റിച്ച് ആണെങ്കിൽ, നല്ല സമ്പന്നനാണെങ്കിൽ, അയാളുടെ ഭൂരിഭാഗം ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുപോലും അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട എവിടെയാണ്? ഈ ഒരു ഇന്റേണൽ വേൾഡിലാണ്. കാരണം അത് ഇന്നത്തെ ഏറ്റവും വലിയ, പണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, പണം മാത്രമല്ല അവിടെ ഗോള്. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങളല്ലേ, നമുക്ക് പത്രം വായന നിർത്തിയവരാണ് പലവരും. കാരണം അത്രയും തീവ്രമായിട്ടുള്ള, അധാർമികമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. പിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഇന്റേണൽ വേൾഡിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലെ? അതിന്റെ ഒരു പ്രതിഫലനം ചിലപ്പോൾ നമ്മുടെ ഈ ഫാമിലി അറ്റ്മോസ്ഫിയറിലും പല രൂപത്തിൽ നമ്മളിങ്ങനെ അനുഭവിച്ചു പോരാണ്. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആന്തരിക സൗഖ്യത്തിന്റെ, അല്ലെങ്കിൽ ഇന്റേണൽ ഒരു ഹീലിംഗിന്റെ, നമുക്കറിയാം എല്ലാം ഇന്ന് നമ്മുടെ ഫിംഗർ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്റെ വെബിനാറിൽ വന്നിട്ടുള്ളത് ഈ ഫിംഗർ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുള്ള മെസ്സേജ്, ക്രിയേറ്റ് ചെയ്ത മെസ്സേജ്, ടൈപ്പ് ചെയ്തത്. അത്രയും വലിയൊരു എന്താ പറയാ, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ വാട്സപ്പിൽ പുതിയ അപ്ഡേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? മെറ്റ AI എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു ഇന്റേണൽ വേൾഡിലേക്കുള്ള ഒരു മിനിറ്റ് മാം, നമുക്ക് റെക്കോർഡിക്കൽ ക്ലാസ് കിട്ടോ മാം? ഇതിന്റെ മാമിന്റെ റെക്കോർഡിക്കൽ ക്ലാസ്സോ? എന്ത് പറ്റി? ഇരിക്കാൻ പറ്റുന്നില്ലേ? അതെ,
അതെ, ഇപ്പൊ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. വീട്ടില് ഹസ്ബൻഡ് മകനൊക്കെ വന്നു. ആ അപ്പൊ അവര് ഇറ്റ്സ് ഓക്കെ ഫുഡ് ചോദിക്കുക. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ കിട്ടോ ഓക്കെ കിട്ടുമല്ലോ അല്ലെ? ആ കിട്ടുമല്ലോ കിട്ടും അല്ലെ? കിട്ടും 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 ഓക്കെ റെക്കോർഡ് മാം, കിട്ടുമെന്ന് താങ്ക് യു, വിചാരിച്ച് താങ്ക് യു. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ഇറങ്ങി പോവരുത്. നമുക്കത് ലൈവായിട്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കാം. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഓക്കെ അതായത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, ഇപ്പൊ ഓക്കെ ഈ റെക്കോർഡ് കിട്ടൂലേ എന്ന് ചോദിക്കുന്നത് പോലും, ആ റെക്കോർഡ് പോലും എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ആ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടാണ്. എനിക്ക് റെക്കോർഡ് ചെയ്യാം, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ ആ മൈൻഡിലേക്കുള്ള ആ മൈൻഡിനെ കണ്ടെത്താനോ അല്ല അതിൻ്റെ ഉള്ളിലുള്ള സംഗതികളെ കണ്ടെത്താനോ അതിനെ ഒന്ന് ഹീൽ ചെയ്യാനോ ഇത് പോസിബിൾ ആണോ? പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ടെക്നോളജി ഒരു അസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ വന്നിട്ടുള്ളത് ടെക്നോളജി അസിസ്റ്റൻസിലാണ്. പക്ഷെ ഡയറക്റ്റ് എന്നെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മനുഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ടെക്നോളജി മാത്രം പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതൊരു മീഡിയമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പ്രാധാന്യം നൽകുന്നത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണം ഉണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമാകും എന്ന് പറയുന്ന പോലെ നമ്മൾ എന്നാൽ ആ ഒരു ഭൗതിക നേട്ടം അല്ലെങ്കിൽ ആ ഒരു അതിന് പ്രാധാന്യം കൊടുത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഇന്റേണൽ വേൾഡിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അതിന് യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനോ നമ്മൾ ശ്രമിക്കാതെ അതിങ്ങനെ പരിഹരിക്കപ്പെടാതെ ഞാൻ പറഞ്ഞല്ലോ ആ ലോകത്തിൽ വീണ്ടും പിന്നീട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസും പിന്നീട് നമ്മളിവിടെ കടന്നു പോകുന്ന കാര്യങ്ങളും ആ ഒരു വേൾഡിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുക ചെയ്യും അല്ലെ? അതിലേക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊന്നുകൂടെ മോഡിഫൈ ചെയ്യാം. അപ്പൊ ഇത് തീരുമാനിക്കേണ്ട നമ്മളാണ്. എനിക്ക് ആന്തരികമായിട്ടൊരു സുഖം വേണോ, സന്തോഷം വേണോ, എന്റെ ഇന്റേണൽ വേൾഡിനെ അറിയണോ? ഇതാരാ തീരുമാനിക്കണ്ടേ? നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ തീരുമാനിക്കാറുണ്ട്, എന്നിട്ട് തീരുമാനിച്ചിട്ട് ചിലപ്പോൾ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളായിട്ട് അല്ലെ നമുക്ക് ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അഡിക്ഷൻസ് ആയിട്ട് അങ്ങനെ പല കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ അതല്ല നമുക്ക് റൂട്ടായിട്ട് അല്ലെങ്കിൽ അതിനെ എന്താ പറയാ എന്നേക്കുമായിട്ടുള്ളൊരു പരിഹാരം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എനിക്കൊരു മാറ്റം വേണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാല് നിങ്ങൾ ആ ഡിസിഷൻ എടുത്തോളാം അല്ലെ? ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് പറഞ്ഞ് ഐ ആം റെഡി ടു ട്രാൻസ്ഫോം മൈ ഇന്റേണൽ വേൾഡ്. എന്റെ ഇന്റേണൽ വേൾഡിനെ, എന്റെ ആന്തരിക ലോകത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ, അതിനെ നിലനിർത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യാൻ, എനിക്ക് ആവശ്യമുള്ള സന്തോഷത്തെ സമാധാനത്തെ നിലനിർത്താനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ തയ്യാറാണ്. യെസ്, ഐ ആം റെഡി. ആ ഒരു തീരുമാനം, ആ ഒരു ചേഞ്ച്. ഓക്കെ, തിരിച്ചു വരാട്ടോ. അപ്പൊ ആ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ മാറ്റത്തിന് ഏറ്റവും ആദ്യം വേണ്ടത്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കണം, ഇപ്പൊ ഞാൻ മാറ്റത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ എന്ത് മാറ്റാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? അവിടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ ചിന്തകൾ നമ്മൾ ആരോ പറഞ്ഞില്ലേ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് കേട്ടില്ലേ നിങ്ങൾ? ആരോ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു മുള്ള് കയറി കഴിഞ്ഞാല് ആ മുള്ളിനെ നമ്മൾ എങ്ങനെ എടുക്കുക? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുള്ള് കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ അതിനെ എടുക്കുക, റിമൂവ് ചെയ്യാ? എങ്ങനെയാണോ? നിങ്ങളൊന്നും മേല് മുള്ള് കയറിയിട്ടില്ലേ? കൊണ്ട് എടുക്കുക. അതേപോലെ പറഞ്ഞ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞതാ. അതേപോലെ മുള്ളുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അതേപോലെ ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസ്, നമ്മൾ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തോണ്ടിയെടുക്കും അല്ലെ? അതേപോലെ തന്നെയാണ് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഈ ഇന്റേണൽ വേൾഡിനെ ചേഞ്ച് ചെയ്യാൻ, ഇന്റേണൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇന്ന് മുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചിന്തകളെ തന്നെയാണ്. ആ ചിന്തകളെ, അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ, തോട്ട്സിനെ നിയന്ത്രിക്കാൻ
അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മാം. ഞാൻ ഒരുപാട് കാലമായിട്ട് അതിന്റെ പുറത്താണ്, ശ്രമിച്ച് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടാവില്ലേ ചിലരൊക്കെ. അപ്പൊ ആ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു മാറ്റം അവിടെ എന്താണെന്നറിയോ, ആ ആഗ്രഹം ശക്തമായിരിക്കണം. നമ്മുടെ ഫോക്കസ് എപ്പോഴും അതിനു വേണ്ടി ആയിരിക്കണം. അതിനിടയിൽ വേറെ മറ്റുള്ളവർ കയറി വരുമ്പോൾ നമ്മളെ ഫോക്കസ് അവനിട്ട് 2 പണി കൊടുക്കണം, അല്ല അവക്കിട്ട് 2 പണി കൊടുക്കുന്നതിന് പകരം എന്റെ ഇന്റേണൽ വേൾഡിൽ ഞാനൊരു മാറ്റം വരുത്തണം. ഞാനിപ്പോ ചിന്തിച്ച ചിന്ത ഉണ്ടല്ലോ, ഞാനിപ്പോ അവരെ കുറിച്ച് ചിന്തിച്ച ആ ഒരു കാര്യം, ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അവരെ കുറിച്ച് എന്റെ മനസ്സിലേക്ക് ഇപ്പൊ വന്ന വിഷ്വൽ ഉണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം നമ്മൾ. എന്നിട്ട് നമ്മൾ അതിനെ എന്താ പറയാ, അവിടെ ഇത് ഞാൻ മാറ്റേണ്ടത് അനിവാര്യമാണ്. എന്നിട്ട് അതിന്റെ പരിഹാര മാർഗം എന്താണ്, അത് നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ച് പല പ്രാവശ്യം യെസ് എനിക്കൊരു മാറ്റം ആവശ്യമാണ്, ഞാൻ അതിനായി ശക്തമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു മാറ്റം, എന്റെ ചിന്തയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ ശക്തമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. എന്റെ ചിന്തയെ എന്ത് വില കൊടുത്തും ഞാൻ പോസിറ്റീവാക്കി നിലനിർത്തും. ആ ഒരു തോട്ടുള്ളിലേക്ക് കൊണ്ടുവരിക. അത് സ്ട്രോങ് ആയിരിക്കണം, റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. നമ്മളിപ്പോ നമ്മുടെ കോഴ്സിലൊക്കെ കൊടുക്കുന്ന അഫർമേഷൻസ് ഒക്കെ 21 ടൈംസ് ആണ്. ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ലൈഫിന്റെ ഓരോ ഏരിയാസിലും ഉള്ള അഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് 21 ടൈംസ് ആണ് ഞാൻ ഇവിടെ കേൾക്കാൻ പറയുന്നത്. അപ്പൊ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത്, അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലാതെ ഈ ആന്തരികമായ മാറ്റത്തിന് നമ്മൾ ശ്രമിക്കാതെ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ബാഹ്യമായ മാറ്റത്തിന് ഈ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഞാൻ എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ശ്രമിച്ചു നോക്കി എന്നിട്ടും അവർക്ക് അവര് മാറുന്നില്ല. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോ അവരത് മാറുന്നില്ല എന്നാ നമ്മൾ പറയുന്നത്. നമ്മളോട് പറയുന്നത് എന്താണ്, അവരൊരു ഇതായിട്ട് പറയുന്നത്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ഇന്റേണൽ വേൾഡില് ഒരു മാറ്റത്തിന് നമ്മൾ ശ്രമിക്കാതെ ബാഹ്യമായ പുറത്തുള്ള ലോകത്തില് ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പരാജയമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാറാതെ, സ്വയം മാറാതെ മറ്റുള്ളവരെ മാറ്റാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അത് നടക്കാത്തത്. അപ്പൊ ആദ്യം മാറ്റം വരുത്തേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഉള്ളിലാണ്. അതായത് നമ്മൾ ചിലപ്പോ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, അതിന്റെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ മറന്നു പോകാം നമുക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സമ്പത്ത്, ജീവിതം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരുപാട് സുന്ദരാണ്. പക്ഷെ അതിന് അഡിക്റ്റഡ് ആയി, അല്ല അത് മാത്രമാണെന്ന് വിശ്വസിക്കാതെ ഈ ഒരു ഇന്റേണൽ വേർഡ്, ഇതാണ് ഇമ്പോർട്ടന്റ്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിർമ്മിക്കപ്പെട്ട നമ്മുടെ ഇന്റേണൽ വേൾഡ്, അത് ശരിക്കും നമ്മുടെ എന്താ പറയാ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഫസ്റ്റ് പീരീഡ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന് ഒരു 7-8 വയസ്സ് വരെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള സംഭവങ്ങള്, വ്യക്തികള്, സാഹചര്യങ്ങള്, അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടാതെ പോയ സ്നേഹപൂർവമായ സ്പർശനം, ലാളന അല്ലെങ്കിൽ അതൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് എന്താ പറയാ ആ ഒരു സ്നേഹവും ആ ഒരു അകൽച്ചയൊക്കെ കിട്ടിയവരാണെങ്കിൽ, ഏതെങ്കിലും, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, എന്താണെന്ന് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും മാനസികമായുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ ഒരു ഇന്റേണൽ വേൾഡിൽ കിടക്കുന്നുണ്ട്. അത് അവിടെ ഒരു വൂണ്ടായിട്ട് അവിടെ കിടക്കുകയാണ്. അത് പിന്നീട് നമ്മുടെ പല തരത്തിലുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ മറക്കാൻ ശ്രമിക്കും, അല്ലെ നമ്മൾ പറയും മറക്കണം, അതൊക്കെ മറക്കണം എന്ന് പറയും.
നമ്മൾ വളരെയേറെ നമുക്ക് വേദന ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടാകാം, വ്യക്തികൾ ഉണ്ടാകാം. ചിലപ്പോൾ മറക്കാൻ പറ്റിയെന്ന് വരും. നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ. ഇതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ നമുക്ക് വെറുതെ ഇരുന്നിട്ടൊന്നും മറന്നു കളയാൻ നമുക്ക് പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? യെസ് ഓർ നോ? നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അല്ലെ, ഒന്നുമില്ലേ, ഒരാൾ വന്നിട്ട് പെട്ടെന്ന് പറയാണ് നീ അതങ്ങ് മറന്നു കളാന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? ഇല്ല. പറ്റൂല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാ. പക്ഷേ അതാണ് പിന്നീട് നമുക്ക് ചില നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ പെട്ടെന്ന് ഫീലിങ്സ് ആയി, ഇമോഷൻസ് ആയി അല്ലെ, പൊട്ടിത്തെറിക്കാന്നൊക്കെ പറയും, റിയാക്ട് ചെയ്യാന്ന് പറയും. ചിലപ്പോ കാരണം കണ്ടെത്താണ്ട് അല്ലെ, ഒരു കാരണം ഉണ്ടാവില്ല, പക്ഷെ എന്തോ മനസ്സിന് എന്തോ ഒരു വിഷമം, എന്തോ ഒരു വേദന, എന്തോ ഒരു മനപ്രയാസം. എന്താ കാര്യം എന്താണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു മനപ്രയാസം, ഒരു നിരാശ. ഇതൊക്കെ എവിടുന്ന് വരുന്നറിയോ? നമ്മളെ ആ ഒരു ഇന്റേണൽ വേർഡില് ഈ ഇന്റേണൽ വേർഡിൽ ഉള്ള കുറെ കാര്യങ്ങൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് റിക്കറിങ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യം എന്താണോ, സെൽഫിനോടുള്ള ഒരു തരം അല്ലെ ഞാനൊന്നിനും കൊള്ളൂല എന്നുള്ള തോട്ടാണോ, അല്ല ഈ പറഞ്ഞ നിരാശയാണോ, അതിങ്ങനെ കണക്ട് ചെയ്ത് അതൊരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഞാൻ ഈ ഒരു സെഷനിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. എന്താന്ന് അറിഞ്ഞാൽ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റൂ അല്ലെ. ഇത് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് ഉള്ളത്ര ഇന്റൻസിറ്റി വേറൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അതിങ്ങനെ ഇതില്ല എന്ന് പറഞ്ഞാല് അല്ലെ, എനിക്ക് അങ്ങനെ ഒരു ഇന്റേണൽ വൂണ്ടോ കാര്യങ്ങളോ ഇല്ല, അങ്ങനെ ഒരു വൂണ്ടഡ് ചൈൽഡ്ഹുഡ് എനിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നർ ചൈൽഡ് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞാല് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്താ ഞാൻ പറയുന്നത്, ഉണ്ട് എന്ന് വരുത്തി തീർക്കല്ല കേട്ടോ ഞാൻ. എന്നാലും ഉണ്ടാകും. പക്ഷെ ആ വ്യക്തി പറയണം, ആ ഇല്ല എന്ന് പറയുന്ന ആള് പറയണം എനിക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ എപ്പോഴും ഓക്കെയാണ്, ഞാൻ എപ്പോഴും ഫുൾ കോൺഫിഡന്റിലാണ്, എനിക്ക് എപ്പോഴും എന്റെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് പറ്റുന്നില്ലെങ്കിൽ സംതിങ് ഈസ് ദെയർ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു പ്രതീക്ഷ അല്ലെ, ആരും നിരാശപ്പെടേണ്ട, നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയാനുള്ളത് ഇതിനെയൊക്കെ ഹീല് ചെയ്യാൻ, സുഖപ്പെടുത്താൻ അല്ലെ, ആ ആന്തരിക ലോകത്തിന്റെ സുഖം സന്തോഷത്തിന്റെ അല്ലെ ആ ഉയരങ്ങളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പുകൾ അല്ലെ, അത് ആർക്കും സാധ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ അത് സാധ്യമാകുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ, ഈ ഒരു പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ, ചിന്തകളെ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാലും ഇടയ്ക്ക് വീണ്ടും കയറി വന്നാലും പക്ഷെ അവിടെ എന്താണെന്നറിയോ, നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ ആ റിയാക്ഷൻസോ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതല്ല പ്രശ്നം. അതിനെ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് കുറെ കാലത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തിന് നമുക്ക് എന്താ പറയാ, അൺകണ്ടീഷണലി നിരുപാധികം വിട്ടുകൊടുക്കാൻ പറ്റും ആ ഒരു ഹീലിംഗ് അവിടെ നടന്നു കഴിയുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആ ഹീലിംഗ് നടന്നിട്ടില്ലെങ്കിൽ ആ പാറ്റേൺ അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഹീൽ ചെയ്താലും ഫോർഗിവ്നെസ് കൊടുത്താലും പിന്നീട് അത് കംപ്ലീറ്റ് ആവാതെ ആ വ്യക്തിയെ കാണുമ്പോൾ അതേപോലെയുള്ള സമാനമായ സിറ്റുവേഷൻസ് വരുമ്പോൾ ആ ഉള്ളിൽ കിടക്കുന്ന ആളിങ്ങനെ അല്ലെ തലപൊക്കി നോക്കും. അപ്പൊ ഇതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താ പറയാ, നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കോഴ്സിലൊക്കെ വരാം. അതിനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതല്ലാതെ നമ്മൾ അതിനു വേണ്ടി അല്ലെ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ് നമ്മുടെ ഹീലിംഗ് കോഴ്സ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടിപ്പായിട്ട് എല്ലാ ദിവസവും എനിക്ക് പറയാനുള്ളത്, അതിനു വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ബോധപൂർവം മാനസികമായിട്ടും ആത്മീയമായിട്ടും ആ ഒരു ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി കുറച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി തന്നെ അല്ലെ, എനിക്ക് എന്തൊക്കെയോ തിരക്കുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ല അതിനു വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കാം. അത് ആ മാറ്റി വെക്കുമ്പോൾ വിത്ത് ദാറ്റ് ഇന്റൻഷൻ അത് എപ്പോഴെങ്കിലും ഒന്നും അല്ല, അത് കൃത്യമായിട്ടുള്ളൊരു സമയം. നമ്മളിപ്പോ നമ്മുടെ ഇതിൽ മെഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ കൃത്യമായ സമയത്ത്
കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു ബോധാവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ഓരോ മനുഷ്യന്റെയും ബോധാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിങ്ങളിപ്പോ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്. എന്താണെന്നറിയോ, ചില വ്യക്തികൾ താഴ്ന്ന ബോധാവസ്ഥയിലുള്ളവരായിരിക്കും. ആ കോൺഷ്യസ് ലെവല് വളരെ ലോ ആയിരിക്കും. അവരാണ് പെട്ടെന്ന് എന്താ പറയാ, വൈകാരികമായിട്ട് ഇമോഷണലി പെട്ടെന്ന് പ്രതികരിക്കുക. അവരെ വേറെ ഏതോ ഒരു ശക്തി അവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം കുറച്ചുകൂടി ഹയർ കോൺഷ്യസ് ഉള്ളവരാണെങ്കിൽ എന്താ പറയാ, അവര് കുറച്ചുകൂടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അതിനേക്കാൾ ഉയർന്നൊരു കോൺഷ്യസ് ലെവൽ ഉണ്ട്, ഒരു സൂപ്പർ കോൺഷ്യസ് ലെവൽ ഉണ്ട്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണം വരുന്നു എന്ന് പറഞ്ഞാൽ പോലും അവരിങ്ങനെ ആ ഒരു ബോധ മനസ്സോടെ അതിനെ പോലും ഒരു പുഞ്ചിരിയോടെ അവർക്ക് നേരിടാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി അത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക. കൂടെ ഇരുന്നാൽ മാത്രം പോരാ, അതിനുവേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുക. രണ്ടാമതായിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്റെ ഉള്ളിലുള്ള മുറിവ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എന്റെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനെ തിരിച്ചറിയാൻ പറ്റുക. അല്ലെ, ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഓർത്തെടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ, അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരാളുടെ സഹായം തേടാം. ഇതിലുള്ള എക്സ്പേർട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ, അവരൊക്കെ സഹായത്തോടു കൂടി അതിനെ ഓർത്തെടുക്കാം. എന്നിട്ട് അതൊന്ന് എഴുതിയൊക്കെ നോക്കുക, എഴുതി അതിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ഹീൽ ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം, അത് രണ്ടാമത്തെ ടിപ്പാണ്, നമ്മളത് മനസ്സിലാക്കുക, അതിനെ ഓർത്തെടുക്കുക, മനസ്സിലാക്കുക, എഴുതിയെടുക്കുക, എന്നിട്ട് അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ റീസണിങ്, യുക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലോജിക് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. ഇതൊന്നും ചിലപ്പോ ചില ആളുകൾക്ക് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ, എന്ത് ആന്തരിക ലോകം അല്ലേ? നമ്മൾ പണിയെടുത്താൽ, നമ്മൾ അധ്വാനിച്ചാല്, നമ്മൾ കഷ്ടപ്പെട്ടാല്, നമ്മൾ കുറെ ജോലി ചെയ്താല്, മടി പിടിക്കാതിരുന്നാല് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടും. പക്ഷെ പോയി പണി എടുക്കേണ്ട മാനസികാവസ്ഥയിലേക്ക് വരണ്ടേ? അതാണല്ലോ ഇവിടെ പ്രശ്നം അല്ലേ? അവിടെയാ ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്, എനിക്ക് എന്തോ ഒരു മടി, മനസ്സിനൊരു സുഖമില്ല. അവിടെ നിങ്ങൾ ലോജിക് ആയിട്ട് ചിന്തിക്കാതെ ഈ ഒരു കാര്യം പ്രോസസ്സിൽ വിശ്വസിക്കുക. നമ്മുടെ ആ മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് അതിനെ ഹീൽ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം, എന്നിട്ട് ആ പ്രോസസ്സിലേക്ക് കടക്കുക. നാലാമതായിട്ട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ, ഇപ്പൊ ഞാൻ എങ്ങനെയാണ് അല്ലെ? ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്ന ഇബ്രാഹിം ക എങ്ങനെയാണ്, റോബി സർ എങ്ങനെയാണ് അല്ലെ, ഈ ഒരു ജലീലിന്റെ പേര് കാണുന്ന മാം എങ്ങനെയാണ്, ഖദീജ മാം എങ്ങനെയാണ് അല്ലെ? അവരായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയില്, ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സ്വന്തത്തിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക, കുറ്റപ്പെടുത്താതെ സെൽഫ് കമ്പാഷനേറ്റ് ആവുക, നമ്മളോട് തന്നെ ഒരു കമ്പാഷൻ, യെസ്, അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഓരോ സിറ്റുവേഷനിലും നമുക്ക് നമ്മളോട് അല്ലെ, അതാണ് അഞ്ചാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, നിരുപാധികം അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാനും പുറത്തു കൊടുക്കാനും പറ്റുക. മനസ്സിൽ നിന്ന് അതിനെ പൂർണ്ണമായി എടുത്തു കളയണം. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ? ഉണ്ടായിരുന്നു ക്ഷമിച്ചു കൊടുക്കേണ്ട അന്നുണ്ടായ കാര്യങ്ങൾക്ക് പോലും അല്ലെ? ആ ഒരു ഇന്റർണൽ ടോക്ക് നമ്മൾ അല്ലെ, സ്വയം ക്ഷമിക്കുന്നു എന്ന് ക്ഷമിക്കുന്നു എന്ന് പറയുന്നതല്ല, അത് നല്ലൊരു മെഡിറ്റേഷനിലൂടെ കടന്നു പോയിട്ട്, ആ മെഡിറ്റേഷൻ ഞാനിപ്പോ ഇരുന്ന് എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കോൺഷ്യസ് ലെവലിലേക്ക് ഏറുന്നുള്ളൂ. ഈ കോൺഷ്യസ് ലെവലില് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതെന്താ സംഭവിക്കുന്നത്? അത് അവിടുന്ന് ഇങ്ങനെ അല്ലെ തട്ടിത്തെറിച്ച് പോവുക ചെയ്യാം.
അതേസമയം നമ്മുടെ അവിടെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് അത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആ ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ ഇരുന്നിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അല്ലെ കോൺഷ്യസ് മൈൻഡിനെ അവിടെ ഉറക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തിയിട്ട് അതിലേക്ക് നമ്മൾ കൊടുക്കണം. നിങ്ങൾ കേട്ടോ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് നമ്മുടെ. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളൊരു ഒരു സെഷൻ അല്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ അത് അകത്തേക്ക് കടത്തി വിടണമെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കണത്. പിന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ, ഈ ആന്തരിക ലോകത്തെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്യണം. അതുകൂടെ ചെയ്യുമ്പോഴാണ് അല്ലെ അതുവഴി നമ്മൾക്ക് അതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ഹയർ സെൽഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ആ ഹയർ സെൽഫിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. വെറുതെ നമുക്ക് അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ട് എന്ന് ഉള്ളതിനേക്കാൾ നമ്മുടെ അല്ലെ അതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു ഭാഗം തന്നെ അങ്ങനെയാണ്. ഫീൽ യുവർ സോൾ. നമ്മുടെ സോൾ നമ്മുടെ ഒരു ഹയർ സെൽഫാണ്. ഹയർ സെൽഫിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഈ കോൺഷ്യസ് ലെവൽ സബ് കോൺഷ്യസ് ലെവൽ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയും ഒരുപാട് പാട്ടുകളുണ്ട്. ഹയർ കോൺഷ്യസ്നെസ് ഉണ്ട്, പ്യുവർ കോൺഷ്യസ്നെസ് ഉണ്ട്, സൂപ്പർ കോൺഷ്യസ്നെസ് ഉണ്ട്. അല്ലെ ഇങ്ങനെ ഒരുപാട് ലെവലിലേക്ക് നമ്മൾ എത്താനുണ്ട്. അപ്പൊ ആ ഒരു ചിന്താധാരയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു തോട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈ ആന്തരിക ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കിയ ആന്തരിക ലോകത്തെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. സമയം മാറ്റി വെക്കണം. ഗ്രേറ്റ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക, നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഉള്ളിലെ മുറിവുകൾ ഓർത്തെടുക്കുക, അതിനെ മനസ്സിലാക്കി എഴുതിയെടുക്കുക. സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് ബിലീഫ്, ആ ഒരു പ്രോസസ്സിൽ അല്ലെ നമ്മുടെ ലോജിക്കിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ അതിലേക്ക് ദെൻ പിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ എഴുതി വെക്കുക എന്നുള്ളത് പറഞ്ഞ മാം. എഴുതി വെക്കാന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തി അതിനെ മനസ്സിലാക്കി എഴുതുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞാണ്. പിന്നെ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുക, ദെൻ അംഗീകരിക്കുക, ക്ഷമിക്കുക, നമ്മളെ സ്നേഹിക്കുക, യെസ്, ദെൻ നന്ദിയുള്ളവരാകുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് എന്തായിരുന്നു? ആറാമത്തെ സ്റ്റെപ്പ് ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാം. നമ്മുടെ ഇന്നർ ചൈൽഡിനെ, ആ വൂണ്ടഡ് സെൽഫിനെ നമ്മൾ ഹീൽ ചെയ്യുക. ഫൈനലി നോ ദ ഹയർ സെൽഫ്. നമ്മുടെ ഹയർ സെൽഫിനെ നമ്മൾ അറിയുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിലൂടെ ഒക്കെ നമ്മൾ റാസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റാസിനൊക്കെ ഡീറ്റെയിൽഡ് ആയി നമ്മുടെ കോഴ്സിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. RAS റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്നതൊക്കെ. അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ല ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇന്നർ വേൾഡിനെ അറിയുന്നതും പിന്നീട് നമുക്ക് വേണ്ട എക്സ്റ്റേണൽ വേൾഡിനെ എന്താണോ വേണ്ടത് ആ വേൾഡിനെ നമുക്ക് അകത്ത് സൃഷ്ടിക്കാനും കഴിയുന്നത്. അപ്പൊ ഇതില് എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഞാൻ അറിയിക്കുകയാണ്. ഇപ്പൊ ഇതിലുള്ള ആളുകളിൽ പലരും ഇപ്പൊ നമ്മുടെ കോഴ്സിൽ ഉള്ളവരുണ്ട്. എനിക്ക് ആ ഒരു എന്താ പറയാ ഒരുപാട് ഭംഗിയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ നെക്സ്റ്റ് മന്ത് ജൂലൈയിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് മന്ത് 7 സെഷൻ എന്ന് പറഞ്ഞിട്ടിപ്പോ അത് 7 സെഷനും കഴിഞ്ഞു. ഇനി ഒരു സെഷനും കൂടെ, ഇനി ഒരു സെഷൻ ആയിരിക്കില്ല. വീണ്ടും നമുക്ക് എന്താണോ എന്റെ മാക്സിമം എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് ഞാൻ കൊടുക്കാൻ എന്താ പറയാ അത് ഞാൻ കൊടുത്തിരിക്കും. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ആ ഒരു ഇനിയിപ്പോ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു തന്നല്ലോ, ടിപ്സ് ഞാൻ പറഞ്ഞു തന്നല്ലോ. ആ ഒരു അവയർനെസ്സിൽ നമ്മളെ ഇന്റേണൽ വേൾഡിനെ അറിഞ്ഞ് നമ്മളെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് ആ ആന്തരിക ലോകത്തിന് മാറ്റം വരുത്തി പുതിയൊരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ വെറുതെ നമ്മൾ എന്റെ ക്ലാസ് കേട്ട് നിങ്ങളെ പോയത് കൊണ്ട് കാര്യമില്ല. യെസ് ഓർണോ? കാര്യമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ
അതിൽ ഒരു ഓഫറും കൂടെ ഇന്ന് എൻ്റെ സെഷനിൽ വന്ന ആളുകൾക്ക് ഒരു ഓഫറും കൂടെ ഞാൻ വെക്കുകയാണ്. എൻ്റെ നെക്സ്റ്റ് ബാച്ച് 12th സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മന്ത് 12th സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ ഒരു 10 പേർക്ക് എൻ്റെ കോഴ്സിന്റെ ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് ഇതാ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വൽ ഫീ. അത് ആദ്യം ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് ഈ ഒരു ഓഫർ ഞാൻ തരാണ് കോഴ്സിന്റെ ഫീസ് ആയിട്ട്. 2,999 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഫീല് ആദ്യത്തെ 10 പേർക്ക് കേട്ടോ. ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് നല്ല ആദ്യം ജോയിൻ ആവുന്ന 10 പേർക്ക് അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ എത്രയും കാര്യങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സും ഈ സെഷൻ തുടങ്ങിയത് കൊണ്ട് അന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനിടയിൽ ഈ ഹീലിംഗ് കോഴ്സ് വന്നത് കൊണ്ട് അത് ഈ ഒരു മൺഡേയോട് കൂടി ഇത് കഴിഞ്ഞാൽ ട്യൂസ്ഡേ ഓർ വെനസ്ഡേയോട് കൂടി നമ്മുടെ ഹീലിംഗ് കോഴ്സ് ഞാൻ പറഞ്ഞില്ല ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് 5:30 വന്നിട്ട് 5:30 ഡെയിലി വന്നിട്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അത് 21 days ആണ് ഞാൻ പറഞ്ഞത്. 21 days കഴിഞ്ഞാലും ഞാനത് നിർത്തൂല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് കൊടുത്തുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അതന്നെയാണ്. അല്ലാതെ വെറുതെ എൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ എഴുതിയെടുത്തത് എൻ്റെ ഗോൾ ബുക്കാണ്. എൻ്റെ ഗോൾ ഞാൻ ഗോൾ സെറ്റ് ചെയ്ത എൻ്റെ ബുക്കായത്. ഇത് ഞാൻ എൻ്റെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പീപ്പിൾ ആണ്. എൻ്റെ ഒരു ഡെസിഗ്നേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ട്രാൻസ്ഫോമിങ് പീപ്പിൾ ഫ്രം എനി സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് എന്നുള്ള ഒരു പർപ്പസ് ആൻഡ് വിഷൻ ആണ് എനിക്കുള്ളത്. അപ്പൊ അതെന്റെ ഒരു അല്ലെ അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്റെ ഒരു അല്ലെ അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി അതുകൊണ്ടാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന്റെ കൂടെ തന്നെ ഇങ്ങനൊരു കോഴ്സും കൂടെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പബ്ലിക് സ്പീക്കിംഗിൽ ഞാൻ പറഞ്ഞു. അപ്പൊ 12th കൂടി അതും സ്റ്റാർട്ട് ചെയ്യും. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇനി ഇന്നത്തെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു അഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ഞാനൊരു അഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ സെൽഫിനെ ഉയർത്താൻ ഞാൻ അത് തീവ്രമായി ആഗ്രഹിക്കുന്നു. ആ തരത്തിലൊരു അർത്ഥം വരുന്നതാണ് അല്ലെ എനിക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തിനായി എന്താണോ ചെയ്യാനുള്ളത് അല്ലെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ആ ട്രാൻസ്ഫോർമേഷന് ഞാൻ ശക്തമായി ആഗ്രഹിക്കുന്നു. ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്താനുള്ള എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കുന്നുണ്ടാകും. ആ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കത് കാണാം, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വേൾഡ്, ഒരു ലോകം, ഒരു സന്തോഷമുള്ള, സമാധാനമുള്ള, സമ്പന്നതയുള്ള അല്ലെ ആന്തരിക സൗഖ്യമുള്ള, ഇന്റേണൽ പീസ് ഉള്ള ഒരു ലോകം. ആ ഒരു ലോകത്തെ ആ ഒരു ലോകം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ അഫർമേഷൻ നിങ്ങൾ കൊടുത്തു. ഇത് റിപ്പീറ്റഡ്ലി പറയാനാണോ മാം? റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കൊടുക്കുകയോ പറയുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യണം. ഓക്കെ. അത് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് ഒരു മെഡിറ്റേറ്റീവ് ഇതിൽ ഇരുന്നു കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിൽ ഇരുന്നിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുന്നത്. അതാണ് നമ്മൾ നമ്മുടെ ഗോൾ മാനിഫെസ്റ്റേഷൻ ആയാലും സെൽഫ് ഹീലിംഗ് ആയാലും നമ്മുടെ ഡിവൈൻ അല്ലെ നമ്മളെ സോളിന് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒക്കെ ഞാൻ മെഡിറ്റേഷനിലൂടെയാണ് അവർക്ക് കൊടുക്കുന്നത്. മെഡിറ്റേഷൻ മോർണിംഗ് മെഡിറ്റേഷനിലൂടെയാണ്. അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ ആരോ ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ അഫർമേഷൻ ഐ ആം റെഡി ടു ട്രാൻസ്ഫോം മൈ ഇന്നർ വേൾഡ്, ഐ ആം റെഡി ടു ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫാത്തിമ മാം. ആ ഒരു ഇന്നർ വേൾഡ്, ആ ഒരു സമാധാനപരമായ ലോകം എന്നിലേക്ക് അല്ലെ സന്തോഷമുള്ള ആ ഒരു ലോകം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എത്തിച്ചേരുന്നു. ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഇതേപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ടോ. മാം ഒരു സംശയം ചോദിക്കട്ടെ?
മാമിന്റെ ഇപ്പോഴത്തെ ക്ലാസ് ആണ് അറിയില്ല. എന്റെ മനസ്സിൽ ഉദിച്ച കുറച്ച് മുമ്പുള്ള ഒരു സംശയമാണ്. നമുക്ക് ചെറുതിൽ തന്നെയാണോ ഈ ചെറുതിൽ എന്തോ നമ്മൾ ഉള്ളിൽ കയറിയത് തന്നെയാണ്, അല്ലെങ്കിൽ വലുതിൽ നമുക്കൊന്നും സംഭവിക്കൂലേന്ന്? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും ടെൻഷൻ അത് ഞാൻ സെഷനിൽ പറഞ്ഞു, ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു അത്. ഞാൻ ഫസ്റ്റിൽ കേറിയില്ലേ മേ, കുറച്ച് വൈകിയേട്ടാ. ആരെങ്കിലും അപ്പോഴാണ് ശ്രദ്ധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്? അന്ന് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ആന്തരിക ലോകത്തെ ശക്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അതിൽ ചെറിയ തരത്തിലുള്ള മാറ്റം വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിലാണ് അപ്പോഴും ആ ഒരു ലോകത്തില് അതേ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കൂല എന്നല്ല, സംഭവിക്കും, പക്ഷെ അതുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കും. പിന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എങ്ങനെയാണ്, അതിന്റെ റൂട്ട് എങ്ങനെയാണ്, എങ്ങനെ വരുന്നു, ഏത് രൂപത്തിൽ എന്നുള്ളതൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലെ, അത് ജസ്റ്റ് 1-2 സെന്റൻസ് കൊണ്ട് പറഞ്ഞു തരേണ്ട കാര്യമല്ല, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. സംഭവിക്കും കേട്ടോ ഖദീജ മാം. അത് നമ്മൾ ഹീല് ചെയ്യാത്തിടത്തോളം അല്ലെങ്കിൽ ആ പാറ്റേൺ മാറ്റാത്തിടത്തോളം സംഭവിക്കും. നമ്മുടെ കോഴ്സിലുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇനി അതല്ലെങ്കിൽ ഷംല മാം, എന്താണ് ഒരു എക്സ്പീരിയൻസ് പറയാവോ, എന്തെങ്കിലും നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള? നമുക്ക് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അവയർനെസ് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും അവയർനെസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഫർമേഷൻ മാം തരുന്നത് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റീവാണ്. ഭയങ്കരമായിട്ട് അത് നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും അത് തറഞ്ഞു കയറുന്ന മാതിരിയുള്ള ഒരു അഫർമേഷൻ ഒക്കെയാണ് മാം തരുന്നത്. ഞങ്ങളോട് 21 പ്രാവശ്യമായിട്ട് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ പിന്നെ ഞങ്ങൾക്ക് എന്താണ് പുതിയൊരു ലോകമായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് അത് പുതിയൊരു ട്രാൻസ്ലേഷൻ ആയതുപോലാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം. താങ്ക് യു ഷംല മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പാസ്റ്റ് ഹീൽ ചെയ്ത് മാറ്റിയാൽ പിന്നീട് ഒരിക്കലും അത് നമ്മെ വേട്ടയാടില്ലേ. കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണല്ലോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മുടെ ഒരു കോഴ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോവാം. അതിനെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് അതിനു വേണ്ടിയാണല്ലോ നമ്മുടെ സെഷനിൽ നമ്മൾ ഗോൾ സെറ്റിംഗ് ആഡ് ചെയ്തത്. ഹീലിംഗ് മാത്രമല്ലല്ലോ, ഗോൾ സെറ്റിംഗ് ആഡ് ചെയ്തത് നമുക്ക് എന്താണോ വേണ്ടത്. കഴിഞ്ഞ ദിവസം ഗോൾ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ കൊടുത്ത സമയത്ത് കറക്റ്റ് എന്താണോ വേണ്ടത്, പിന്നെ ആ ചിന്തകൾക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് പിന്നീട് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കും. എല്ലാ 9 ഏരിയാസ് നമ്മുടെ ലൈഫിന്റെ 9 ഏരിയാസിലുള്ള ഗോള് സെറ്റ് ചെയ്തിട്ട് ആ 9 ഏരിയാസിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള, അതിൽ ആരോഗ്യമുണ്ട് അല്ലെ, സമ്പത്തുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മെഡിറ്റേഷൻസിലൂടെ ഗോൾ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ അതിനു വേണ്ടിയാണ് ആ ഒരു ഫോക്കസ് ഉള്ളത്. ജസ്റ്റ് ഹീലിംഗ് മാത്രം, ജസ്റ്റ് ഹീൽ ചെയ്ത് വീണ്ടും നമ്മൾ ആ സറൗണ്ടിങ്സിലോ ആ ഒരു വൈബിലോ തന്നെയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്താ പറയാ, ആ ഒരു വീണ്ടും കയറി വരുമ്പോൾ നമുക്ക് ഈ അവയർനെസ് കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഞാൻ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതില്. വെറും ഒരു അവയർനെസ് മാത്രമല്ല ഇതില് തെറാപ്പി ഉണ്ട്, EFT തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ സേവേഴ്സ് രാവിലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്, തെറാപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് തരുന്നുണ്ട് കാര്യങ്ങൾ. ഇതിൽ നല്ലൊരു എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇതിൽ കോഴ്സ് എല്ലാരും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യുക. എല്ലാം ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാണ്. താങ്ക് യു മാം. താങ്ക് യു ഷംല മാം. അപ്പൊ അതാണ് ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അമിന മാം ചോദിച്ച കാര്യത്തിന്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടോ? മാം, ഈ കോഴ്സ് ഭയങ്കര ഇഫക്റ്റീവ് ആണ്. ജിഷ മാം നമ്മുടെ കോഴ്സിലുള്ള ആളാണ്.
ഹസ്ബൻഡ് ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിയാണ്. അവിടെ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. റോബി. ആ ജിഷ മാമിന്റെ ഹസ്ബൻഡ് ആണോ റോബി എന്ന് പറഞ്ഞു? റോബി സർ ഞാൻ കാണുന്നത്. താങ്ക് യു റോബി ജിഷ മാം, ഹസ്ബൻഡാണ്. താങ്ക് യു സോ മച്ച്. ഹോസ്പിറ്റലിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ വീട്ടിലില്ല. ഞാൻ നൈറ്റ് റോബി ഡ്യൂട്ടി. സാറിനോട് ചോദിക്കട്ടെ, നിങ്ങളല്ലേ കോഴ്സ് ചെയ്ത ആളെ, റോബി സാർ പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും. റോബി സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? വൈഫ് ഈ കോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹലോ, സർ പറയൂ. കുറെ മാറ്റമുണ്ട്. ഉം. ഏ, എന്തെങ്കിലും happiness ഫീൽ ചെയ്തോ? ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച്. ഇതിൽ പിന്നെ പറയണ്ടേ, ഇങ്ങനെ കുറച്ച് ഇന്റിമസി കൂടി. ഇന്റിമസി കൂടി നിങ്ങളോട്. ഗ്രേറ്റ്. വൗ. ഗ്രേറ്റ്. താങ്ക് യു റോബി സർ. താങ്ക് യു ജിഷ മാം. ഹസ്ബൻഡിനെ എനിക്ക് മനസ്സിലായിട്ടോ ഹസ്ബൻഡ് ആണെന്നുള്ളത്. ലൈല so much. മാമിന്റെ ഒരു ക്ലാസ് ഹസ്ബൻഡ് കേട്ടിരുന്നു. അപ്പൊ ഗ്രേറ്റ്. ലൈല മാമിന്റെ നമ്പർ അങ്ങനെയാണ് ഈ റൊട്ടേറി ഈ ഇതിനെ കുറിച്ച് മനസ്സിലായത്. ആ ഗ്രൂപ്പിൽ വന്നത്. പിന്നെ ഗ്രേറ്റ്. ഹസ്ബൻഡ് പെങ്ങളും ഉണ്ട് ഇതില്. ആ ഫിൽമോ ഫാദർ സാറിന്റെ ഉം. ജാക്കുലിൻ. ജാക്കുലിൻ ഇതില് ജോർജ്. ഇതിലുണ്ടാവൂല ഞാൻ കാണുന്നുണ്ട്. ജാക്ലിൻ ജോർജ് കാണുന്നുണ്ട്. ഗ്രേറ്റ്. താങ്ക് യു ജാക്ലിൻ മാം ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. അതാണ് പുതിയ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. റോബി സർ ശരിക്കും ക്ലിയർ ആയി കണ്ടില്ല. അതാ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് പിടികിട്ടേ ആരാണെന്ന്. താങ്ക് യു ഇല്ലേ സോ മച്ച്. ഓ താങ്ക് യു മാം. താങ്ക് യു. അങ്ങോട്ട് കാണുന്നില്ലേ ഉം. ഫിൽമോ? കൂടെ ഇരുന്ന് ഈ ഒരു അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ, വൈഫിന്റെ കൂടെ ഇരുന്നിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നല്ല നമുക്ക് ക്ലാസ് ആയിരുന്നു മാം. നല്ല അവയർനെസ് ഒക്കെ കിട്ടി. പിന്നെ മാം ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാം ആ ലാസ്റ്റ് പറഞ്ഞ അഫർമേഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണേ മാം. ഒന്നുകൂടെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. ഇത് പെരിഫറൽ ആണ്. ഇതിന്റെയൊക്കെ ഡീപ്പർ ലെവലിലേക്കാണ് അവയർനെസ് ആയിട്ട് നമ്മൾ കോഴ്സിൽ പോകുന്നത്. ഇത് ഡീപ്പർ ലെവലാണ്. ഓക്കെ, നമ്മുടെ അസ്മാ മാം ഇവിടെ ഉണ്ടോ? ഓക്കെ, നമ്മൾ ചോദിക്കുന്നില്ല ആരും. ഓക്കെ, നമുക്ക് എന്താണ് നിങ്ങൾക്ക് അഫർമേഷൻസ് അല്ലേ, അത് പറഞ്ഞ് നമുക്ക് ഒന്ന് അവസാനിപ്പിക്കാം അല്ലെ. ഇനി ആർക്കും ഒന്നും പറയാനില്ലല്ലോ, ചോദിക്കാനില്ലല്ലോ അല്ലെ. നമ്മുടെ ആ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ. മെഡിറ്റേഷൻ ടൈം വരുന്നത് 5:30 ആണ്, മോർണിംഗ് 5:30. മെഡിറ്റേഷൻ മാത്രമല്ല, അതൊരു പ്രോസസ്സാണ്. മെഡിറ്റേഷൻ, അഫർമേഷൻസ് കേൾക്കുക, അത് സേവേഴ്സ് ആണ്, കംപ്ലീറ്റ് സേവേഴ്സ് നമ്മളുടെ. ഈവൻ എക്സസൈസ് അടക്കം നമ്മൾ ഈ ഓൺലൈനിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 5:30ക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ക്ലാസ്സിന്റെ ടൈം എന്ന് പറയുന്നത് 8 മണിയാണ്. 8 to 10 ഒരു സമയത്ത് അത് തീരും. അങ്ങനെയാണ് ക്ലാസ്സിന്റെ ഒരു ടൈമും കാര്യങ്ങളുള്ളത്. പിന്നെ അതിന്റെ കോസ്റ്റ് ഫീ ഞാൻ പറഞ്ഞു. ആദ്യം ജോയിൻ ആകുന്ന 10 പേർക്ക് ആ ഒരു 2,999 എന്ന് പറയുന്ന എമൗണ്ടിൽ ജോയിൻ ആവാം. താങ്ക് യു ഹസി മാം. മാം ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടല്ലോ, ലിങ്ക് കൊടുത്തിരുന്നില്ലേ? ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടിരിക്കും. അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ്. സത്യം പറഞ്ഞാൽ കോഴ്സിൽ ആ ഡീറ്റെയിൽസിൽ കൊടുത്ത കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, അതിനപ്പുറത്തേക്ക് കോഴ്സ് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാലും ആ ഒരു റൈറ്റപ്പ് ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. ഞാൻ റൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. കാരണം കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴ്സ്. യെസ് ഉണ്ട് ലൂസീന മാം. അതിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇനി ചെയ്യാനുള്ളത്. ഉണ്ട്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. EFT ചെയ്തവർക്കാണോ മാം? ആർക്കും ജോയിൻ ആവാം. കാരണം EFTയുടെ ഫസ്റ്റ് ബേസ് മുതൽ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഹോം സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോ ഹീലിംഗ്? എങ്ങനെ? ഹോം സ്റ്റേജിൽ ഹീലിംഗ് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം നമ്മുടെ ടീമിനെ. മീൻസ് ഈ ഒരു നമ്പർ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ ഇനിയിപ്പോൾ എന്നെ പേഴ്സണൽ അറിയുന്നവരാണെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ലീല മാമിന്റെ പേഴ്സണൽ അറിയുന്നവർ അങ്ങനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മാമിന്റെ നമ്പർ ഒന്ന് പറയൂ.
ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. ചാറ്റ് ബോക്സിൽ ചാറ്റ് ബോക്സിലുണ്ട്. ബോക്സിൽ ഷെയർ ചെയ്തിട്ടില്ലേ ലൈല? ആ. ചാറ്റ് ബോക്സ് ഒന്ന് നോക്കാവോ? കോണ്ടാക്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മാം. കാണില്ലേ സജന മാം? ഓക്കെ, താങ്ക് യു. കിട്ടി മാം, കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വലിയൊരു മെഡിറ്റേഷൻ ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു എന്താ പറയാ, നിങ്ങൾ എന്നോട് പറഞ്ഞു ഒരു ലൈല മാമിനെ ഒന്ന് വിളിച്ചു നോക്കിയ, കാണാൻ മതിയായിട്ട്. ഹായ്. താങ്ക് യു ഖദീജ മാം ഫോർ ദ താങ്ക് യു ലവ്. സോ മച്ച്. നിങ്ങളെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഒക്കെ ശരി. ഇൻഷാല്ലാ ഞാൻ വരുന്നുണ്ട്. താങ്ക് യു. അപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ച ആ മെഡിറ്റേഷൻ പറഞ്ഞ് എന്ത് ചെയ്യാവോ എന്ന് ചോദിച്ചു അല്ലേ? സോറി, ആ ഒരു അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാവോ എന്ന് ചോദിച്ചു. പാസ്വേഡ് ചർച്ച ഗ്രൂപ്പിൽ അഫർമേഷൻസ് ഇടണേന്നു. നസീറ മാം, എന്താ നസീറ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചൂടെ? ഹലോ റസിന മാം, ഞാൻ കുറച്ച് ബിസിയാണ്, എഴുതി വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഓക്കെ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഷെയർ. അപ്പൊ നിങ്ങൾ ആ ഒരു എന്താ പറയാ, ഒരു മെഡിറ്റേഷൻ അല്ല, ഒരു പവർ പൊസിഷൻ, ഒരു പവർ പൊസിഷനിൽ ഇരിക്കുക. റൈറ്റ് ഹാൻഡ് ചെസ്റ്റിൽ വെച്ചിട്ട് ഒന്ന് ഇരുന്നൂടെ? ഒരു പവർ പൊസിഷനിൽ ഇരുന്നൂടെ? എല്ലാവരും, ഞാൻ കാണുന്നില്ല നിങ്ങൾ പവർ പൊസിഷനിലാണോ എന്നുള്ളത്. ഒരു പവർ പൊസിഷനിൽ ഒന്ന് ഇരിക്കുക കേട്ടോ. നമുക്ക് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട്, മെഡിറ്റേഷൻ അല്ല കേട്ടോ, മെഡിറ്റേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, അഫർമേഷൻസ് പറയാണ് നമ്മൾ ചെയ്യാറുള്ളത് പോലെ. അപ്പോൾ ആ ഒരു പവർ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് പറയാം. യെസ്, എൻ്റെ ജീവിതത്തിൽ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ആയിട്ടില്ലല്ലോ ആരും അല്ലേ? ഓക്കെ, എൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലേറ്റ് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ചെറുതും വലുതുമായ ചാലഞ്ചസ്, അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് വരാൻ വേണ്ടി ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ചേഞ്ച്, ട്രാൻസ്ഫർമേഷൻ എനിക്ക് ആവശ്യമാണ്. എൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ അതിശക്തമായി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ അതിശക്തമായി ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പുറത്തു കൊടുക്കാനും ക്ഷമിച്ചു കൊടുക്കാനും സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള മാനസിക തലത്തിലേക്ക് ഉയർന്നു വരാൻ ശക്തമായി ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പുറത്തു കൊടുക്കാനും ക്ഷമിച്ചു കൊടുക്കാനും സ്വയം സ്നേഹിക്കാനും സ്വയം ക്ഷമിക്കാനുമുള്ള മാനസിക തലത്തിലേക്ക് ഉയർന്നു വരാൻ ഞാൻ ശക്തമായി ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. യെസ്, ഐ എം റെഡി ടു ബ്രിങ് ദാറ്റ് ട്രാൻസ്ഫർമേഷൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. യെസ്, ഐ എം റെഡി ടു ബ്രിങ് ദാറ്റ് ട്രാൻസ്ഫർമേഷൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ, ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കാനുള്ള മാനസിക തലത്തിലേക്ക് ഉയർന്നു വരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, ചുറ്റുപാട്, സാഹചര്യങ്ങൾ, വ്യക്തികൾ ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. യെസ്, അതിനെ സ്വീകരിക്കാനും അതെൻ്റെ ജീവിതത്തിൽ പകർത്താനും അതുവഴി ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാനും ഞാൻ തയ്യാറാണ്. യെസ്, ഐ എം റെഡി. യെസ്, അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തെ തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കാനും എൻ്റെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ഞാൻ തയ്യാറാണ്. യെസ്, ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ ശക്തമായി ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനുള്ള തയ്യാറെടുപ്പ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. യെസ്, യെസ്.
യെസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പോരെ? സജ്ജന മാം അല്ല മാം, താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ അഫർമേഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മാമിന്റെ അഫർമേഷൻ നമുക്ക് നെഞ്ചിൽ തറഞ്ഞു കയറുന്ന ഇത് പോലെയാണ്. മനസ്സിൽ പല അൺപ്രിപ്പയർഡ് ആണ് feelings കേട്ടോ. ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചിരുന്നു. സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? Yes, sure. അസ്മ മാം എന്തോന്ന് പറയുന്നുണ്ടല്ലോ. അസ്മ മാം തീർച്ചയായും മാം. ആ യെസ് മാം. പറയൂ ഇതിൽ അസ്മ പറയൂ. കയറാൻ എന്താ പറയാ, ഇതിൽ ആരും കയറാൻ മടിച്ചു നിൽക്കരുത്. കാരണം മാമിന്റെ ഓരോരോ ക്ലാസ്സും നമ്മുടെ ഉള്ളിലേക്ക് അത്ര ആഴത്ത് പതിയുന്ന ഒരു ക്ലാസ്സാണ്. അഫർമേഷന് എടുത്തു പറയേണ്ട ഒരു ഇതാണ്. കാരണം അത്രയ്ക്കോ നമുക്ക് ഉള്ളിൽ ക്ലിയർ ആക്കി തരുന്നൊരു ക്ലാസ്. ആരെങ്കിലും മടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, ധൈര്യമായിട്ട് കേറിക്കോളൂ. ഞാൻ പറയാ, അത്രയ്ക്കും ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Thank you so much, Asma ma'am, for the love. Thank you so much from my heart. Thank you, Shani ma'am. താങ്ക് യു. Thank you. Thank you. അപ്പൊ മറക്കണ്ട, നമ്മുടെ സെഷൻസ് ലൈല നിങ്ങൾക്ക് മാം എന്ന് വേണ്ടി. പറയുന്നുണ്ട്. ലൈല മാം പറയൂ. ലൈല മാം ഇവിടെ ഉണ്ടായിരുന്നോ? പറയൂ ലൈല മാം, കേൾക്കട്ടെ. ഇതിലേക്ക് വരാൻ ആരും മടിക്കാന്ന് പറഞ്ഞാല് നമ്മളെ എങ്ങനെയാണോ ഒന്ന് മനസ്സിലാക്കി തരുന്നത് എന്തെന്ന് പറയാൻ വാക്കുകളില്ല. അത് ഫീൽ അത്രയും ചെയ്തു അല്ലേ? നമ്മളെ ഇന്നലത്തെ സെഷനിൽ അന്ന് ഫീൽ ചെയ്തു അല്ലേ വല്ലാണ്ട്? അതെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാറ്റിമറിക്കുന്ന ഒരു ക്ലാസ്സാ. താങ്ക് യു സോ മച്ച്. എല്ലാരും വരണം എന്നാ എന്റെ ആഗ്രഹം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എനർജിയാണ് നിങ്ങൾ ഞങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും തിരിച്ച് തന്നിരിക്കും അല്ലേ ലൈല? കൊടുക്കൂലേ? പിന്നല്ലാതെ. പിന്നെ അവർക്ക് നമ്മളെ കുറിച്ച് അറിയുന്നോണ്ടല്ലേ അവർ അത്രയും പറഞ്ഞത്. താങ്ക് യു ഹസി മാം, താങ്ക് യു ഓൾ. ഫസ്റ്റിൽ തന്നെ ലൈല മാമിന്റെയും റസിന മാമിന്റെയും അമലയിലേക്ക് നല്ലോണം അങ്ങോട്ട് കുത്തി കയറി, ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. അതുകൊണ്ടല്ലേ ഇത് കുടുംബം വെച്ച് കേൾക്കണേ. താങ്ക് യു. താങ്ക് യു. എല്ലാവരും വിചാരിച്ച പോലെ അങ്ങോട്ട് എത്താന് എല്ലാ വഴികളും. തീർച്ചയായിട്ടും എല്ലാവരും, എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. പരസ്പരം എല്ലാവർക്കും വേണ്ടിയും എല്ലാവരെയും നന്മ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, നന്മയിലായിരിക്കുക, നല്ല ആ ഒരു തോട്ടിലായിരിക്കുക. കാരണം അതേ നമുക്കുള്ളൂ അല്ലെ, വേറൊന്നുമില്ല. അതാണ് നമുക്ക് വേണ്ടതും. അതിലൂടെയേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് നമുക്ക് എത്താനും കഴിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ആ ഒരു റിക്വസ്റ്റോട് കൂടി, തോട്ടോട് കൂടി ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫ്രം ദ ഡെപ്ത് ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു ഫോർ യുവർ ടൈം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ജലീൽക്ക, ഗുഡ് നൈറ്റ്. താങ്ക് യു.